10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പഠിക്കാൻ സ്കൂളിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വേണ്ടെന്നാണ് ഞാൻ പറയാം. പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ കോച്ചിങ് ക്ലാസ്സുകളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അവർ സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ്സാവാൻ വേണ്ടി എൻട്രൻസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. പകരം കുട്ടികൾ മെജോറിറ്റി ട്യൂഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്കൂൾ ക്ലാസ്സുകൾക്ക് ശേഷം ഈവനിങ് ബാച്ച് ആയിട്ടും ദെൻ ഹോളിഡേ ബാച്ച് ആയിട്ടും കുട്ടികൾ ട്യൂഷന് പോകുന്നു. എന്താണ് ഇതിന് കാരണം? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്കൂളിൽ ഗവൺമെന്റ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് സെറ്റും നെറ്റും ഉള്ള ടീച്ചർമാരാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. മികച്ച രീതിയിൽ ക്ലാസ് എടുക്കാൻ അറിയുന്നവരാണ് അവർ. പക്ഷെ എന്നിട്ടും ക്വാളിഫൈഡ് അല്ലാത്ത സ്റ്റാഫുകൾ നടത്തുന്ന പല ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാനുള്ള കാരണം എന്തായിരിക്കും? സ്കൂളിൽ കൃത്യമായി ചാപ്റ്റർ പഠിപ്പിക്കാത്തതാണോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവാത്തതാണോ? ദെൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ട്യൂഷന് മാത്രം പോകുന്ന കുട്ടികൾ +2 ശേഷം റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് എന്ന് പറഞ്ഞ വർഷങ്ങളോളം വീണ്ടും കളയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ +1 +2 പഠിക്കുന്നത് ശരിക്കും വേസ്റ്റ് അല്ലേ? കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് +1 +2 സ്കൂൾ ക്ലാസ്സുകൾ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുകയും ദെൻ അധികമുള്ള സമയം നിങ്ങൾ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എഴുതാനുള്ളതിന് വേണ്ടി കണ്ടെത്തുകയും ചെയ്യണം. ടീച്ചർമാരോടാണ് റിക്വസ്റ്റ്, നിങ്ങൾ 1, 2, 3 ചാപ്റ്റർ പഠിപ്പിച്ച് ബാക്കിയുള്ളത് കുട്ടികൾക്ക് സെമിനാർ കൊടുത്തും അസൈൻമെന്റ് കൊടുത്തും നിങ്ങൾ ഗൂഗിൾ നോക്കി പഠിച്ചോളൂ എന്ന് പറയുന്നത് മാറണം. നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് വരെ ഫിസിക്സും കെമിസ്ട്രിയും പല സബ്ജക്റ്റുകളും കോറായിട്ടല്ല പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവരെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും. പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചർമാർ ഇത്തരത്തിൽ മാറി നിൽക്കുന്നത് വളരെ വലിയൊരു ഡിസാസ്റ്ററിലേക്കാണ് പോകുന്നത്. കുട്ടികൾ +2 കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ഒരു കോമ്പിറ്റൻസി സ്കിൽ ഇല്ലാത്തതാണ്. ഇത് മാറണമെങ്കിൽ നമ്മൾ ഒത്തൊരുമിച്ചേ പറ്റൂ. ഒന്നുകിൽ കുട്ടികൾ സ്കൂളിൽ പോകണം, പോകുകയാണെങ്കിൽ അവർ കൃത്യമായ ക്ലാസ്സുകൾ കിട്ടണം, അവർക്ക് നല്ല മാർക്ക് കിട്ടണം. അല്ലെങ്കിൽ അവർ അല്ലാത്ത രീതിയിൽ അവരുടെ സ്കില്ലുകൾ മനസ്സിലാക്കി പഠിക്കട്ടെ.